ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ, വെൽത്ത് മാസ്റ്റർ മെന്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ്. NPS, PPF, മ്യൂച്വൽ ഫണ്ട്, LIC ഒരുപാട് പ്ലാനുകളുണ്ട്. ഏതാണ് കറക്റ്റ്? പെൻഷൻ പ്ലാൻ മാത്രം ആശ്രയിക്കാമോ? ആന്വിറ്റി പെൻഷനിൽ 6% താഴെയാണ് റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനിൽ അത് വളരെ താഴെയായിരിക്കും. NPS ആണെങ്കിലോ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ലിക്വിഡിറ്റി ഇല്ല, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കില്ല. PPF ആണെങ്കിലോ ടാക്സ് ഫ്രീ ആണ്, പക്ഷെ 15 വർഷം വെയിറ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിലോ ഫ്ലെക്സിബിൾ ആണ്, നമ്മൾക്ക് കഴിയുന്ന രീതിയിലുള്ള ഫണ്ട് നിക്ഷേപിക്കാൻ സാധിക്കും, പക്ഷെ നോ ഗ്യാരണ്ടീഡ് റിട്ടേൺ. എപ്പോൾ വേണമെങ്കിലും കൂപ്പ് നോക്കി താഴെ പോകാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് കറക്റ്റ്? ഒരു കോമ്പിനേഷൻ. അതാണ് സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് NPS, മ്യൂച്വൽ ഫണ്ട്, റെന്റ്, പാസീവ് ഇൻകം, അതുപോലെ ഗ്യാരണ്ടീഡ് ഇൻകം, SWP, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് പ്രൊട്ടക്ഷൻ, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലൂടെ മാത്രമായിരിക്കും നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ട ഫണ്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ശരിയായ മാർഗം. പെൻഷനെ മാത്രം ആശ്രയിക്കരുത്, ഒപ്പം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, പാസീവ് ഇൻകം ഉണ്ടായിരിക്കണം, ലിക്വിഡിറ്റി ഉണ്ടാകണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആകുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.